സത്യം പറഞ്ഞ ഇത്രയും പ്രതീക്ഷയില്ല. നല്ല സൂപ്പർ കളക്ഷൻസ് ഉണ്ട്. ഹലോ, യൂസ്റ്റയിലെ വമ്പൻ ഓഫർ നടക്കാൻ അറിഞ്ഞിട്ട് പോയതായിരുന്നു കേട്ടോ. തൊടുപുഴയിൽ യൂസ്റ്റ വന്നിട്ട് ഇതുവരെ ഒന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് പോയിട്ട് വാങ്ങാൻ പറ്റുന്ന റേറ്റിനായിരുന്നു കേട്ടോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് 99 ആണ് കേട്ടോ. ഈ കാണുന്ന മാല, ബ്രേസ്ലെറ്റ് തുടങ്ങിയ ഐറ്റംസ് എല്ലാം 45 ആണ് കേട്ടോ സ്റ്റാർട്ടിങ്. മക്കളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിലുണ്ടല്ലോ, അവർ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയില്ല. എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിന്ന് ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തോളും. അത്രയും നല്ല റേറ്റിനാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോയ 199 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി അടിപൊളി കളക്ഷൻസ് ആണ്. അത് പാർട്ടി വെയർ ആയാലും അല്ലാതെ നോർമൽ വെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. 199 ലിപ്സ്റ്റിക്കിന്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ ഇൻസൈഡ് ബ്രാൻഡിന്റെ ആണ്. ലിപ്സ്റ്റിക്ക് മാത്രമല്ല കേട്ടോ, അടിപൊളി മേക്കപ്പ് ഐറ്റംസും കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രൈമർ, കൺസീലർ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മേക്കപ്പ് ഐറ്റംസും നമുക്കിവിടെ അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനും ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഈ ഓഫർ തീരും എന്നറിഞ്ഞത്. ഇന്ന് രാത്രി കൊണ്ട് ഓഫർ തീർന്നിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ 2 ദിവസം കൂടെ നീട്ടാമെന്നും കമ്പനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അറിയുവാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ പോയിട്ട് അവിടെ നിന്നും നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. തൊടുപുഴയിൽ യൂസ്റ്റേ കൂടാതെ തന്നെ ഫാസിയോ, സുഡിയോ, അങ്ങനെ ട്രെൻഡ്സ്, അങ്ങനെ ഒത്തിരി സ്ഥലത്ത് ഓഫറുകൾ വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റാണ് ഞാൻ ഈ യൂസ്റ്റയെക്കുറിച്ച് അറിയുന്നത്, ഇങ്ങനെ ഓഫർ ഉണ്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ടേക്ക് പോകുന്നു. ലേഡീസിന് ഇടാൻ പറ്റുന്ന ഫ്ലാഗ്സും ഹീൽസും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെല്ലാം തന്നെ 199 കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് കണ്ടിട്ട് എനിക്ക് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ. അതുപോലെ തന്നെ ബാഗുകൾ 299 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാഗ്സ് ആണുള്ളത്. അത് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ആ റേറ്റിനനുസരിച്ച് എടുക്കാൻ പറ്റും കേട്ടോ. ബാഗ് മാത്രമല്ല കേട്ടോ, ഈ സെക്ഷനിൽ ഡ്രസ്സുകളും ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടുത്തെ ഒരു തിരക്ക് കാണണം കേട്ടോ. ഈ ദിവസം കൊണ്ട് ഓഫർ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ ഇരച്ച് കയറുവാണേ. ചിലപ്പോൾ ഓഫർ വന്നാലൊന്നും നമ്മൾ അറിയാറില്ല അല്ലേ. ഞാൻ പലപ്പോഴും അറിയാറില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മോളാണ് പറഞ്ഞ, അമ്മേ യൂസ്ഡായില്ലേ ഓഫർ വന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് കേട്ടോ. ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ഒരു ബാഗാണ് എടുത്തത് കേട്ടോ. 299 ആയി. പിന്നെ കുട്ടികൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു 199 സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റഡ് ആണ് കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ബാഗി ജീൻസ് ആണ് കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു കളക്ഷൻസ് അവിടെ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് 699 കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീൻസിൻ്റെ ഒക്കെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. സ്റ്റുഡിയോ ഒക്കെ വെച്ച് നോക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടെ റേറ്റ് കുറവാണെന്ന്. ഇവിടെയുള്ള പ്രോഡക്റ്റ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. തുണിയുടെ കാര്യത്തിൽ മാത്രമല്ല, ആക്സസറീസിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഇവിടെ നൈറ്റ് പൈജാമസിനൊക്കെ വളരെ വിലക്കുറവാണ് കേട്ടോ. ഏതാണ്ട് ഒരു 299 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ മോൾക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്തിനേറെ പറയുന്നു, അപ്പോഴേക്കും നോക്കിയപ്പോൾ ഒരുപാട് ലേഡീസ് വെയർ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. കുർത്തേസിൻ്റെതും അതുപോലെ തന്നെ ഒരുപാട് കോട്ട് സെറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതും 299 തന്നെയായിരുന്നു. ഞാൻ കണ്ട ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെയുള്ള ഓൾമോസ്റ്റ് ഡ്രസ്സുകളും 299 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളാണ് 199 അതുപോലെ തന്നെ 99 85 ഒക്കെ ഉണ്ട് കേട്ടോ. പല പല റേറ്റിനാണ് പ്രോഡക്റ്റുകൾ കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ ഞാൻ കാണുന്ന ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാണെന്നറിയോ, ഓഫറുള്ള ഐറ്റംസ് വാങ്ങുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല കേട്ടോ. വേൾഡ് കപ്പിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ പലതരം ജേഴ്സികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കുട്ടികൾക്ക് ആവശ്യമുള്ളതും അതുപോലെ വലിയ ആൾക്കാർക്കുള്ള ജേഴ്സികളും ഇവിടെ അവൈലബിൾ ആണ്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അവിടെ മുഴുവൻ നടന്നാകെ മടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂറാണ് ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തത്. അങ്ങനെ ആവശ്യമുള്ള ഡ്രസ്സെല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഇൻ കേസ് നമ്മൾ ഓഫർ അല്ലാത്ത പ്രോഡക്റ്റാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവരപ്പോൾ തന്നെ നമുക്ക് ബില്ലിംഗ് ടൈമിൽ തന്നെ പറയും. അങ്ങനെ യൂസ്ഡായിലെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. കാരണം ഇത്രയും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വന്നത്. പക്ഷെ 2 കൈ നിറയെ സാധനങ്ങളും മേടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് പോയത്. ഇപ്പോഴത്തെ ഓഫർ കഴിഞ്ഞു പോയി എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. ഇനിയും ഓഫർ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ചെക്കിങ് എന്നൊരു ബോർഡ് കണ്ടത് കേട്ടോ. അത് കണ്ടാൽ പിന്നെ പുറകിലോട്ടില്ലല്ലോ, മുന്നിലോട്ട് തന്നെ കയറിപ്പോയി. അങ്ങനെ
അങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ പറയും ചിക്കൻ കഴിക്കാൻ തോന്നുവാന്ന്, അന്നേരം കൊണ്ടുപോകുന്നതാണ്. ഇതൊരു സ്ഥിരം പരിപാടിയല്ല, കോംബോ ഓഫറിലാണേ മേടിച്ചത്. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ചിക്കൻ കഴിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല കേട്ടോ, പക്ഷെ എന്നും ആവാണ്ടിരിക്കുക, കാരണം ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനുള്ളിലാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മോന് അത് മാത്രം മതി, അവന് നേരം ചിക്കനും വേണ്ട ഒന്നും വേണ്ട, കുറച്ച് നേരം പോയി അതിനുള്ളിലൊക്കെ ഇരുന്ന് കളിച്ച് ഫ്രണ്ട്സൊക്കെ വന്നു അവരെയൊക്കെ വിളിച്ച് അതിനകത്ത് ഇരുത്തുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നീട് അതിനുള്ളിൽ നിന്ന് ഇറങ്ങാതെ ആയി കേട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ വന്നതാണേ. കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മുടെ ആളെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ അങ്ങോട്ട് കഴിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് കടന്നു. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ കൊക്കോകോള ഉണ്ടല്ലോ, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മളും അത്ര കഴിക്കുന്നത് നല്ലതല്ല, പക്ഷെ ചിക്കൻ്റെ പേരായിട്ട് അതേ പോളൂ കേട്ടോ. എനിക്ക് KFCയെക്കാളും കൂടുതലും ഇഷ്ടം ചിക്കിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് എനിക്കത് കഴിക്കുമ്പോൾ തോന്നും. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ ഉള്ളതിനേക്കാളും. പിന്നെ അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. 1-2 ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിക്കൻ പീസ് കഴിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് തീർന്നതെന്ന് നോക്കിയേ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറ് ഫുള്ളാവുമേ, പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല കുറച്ച് നേരത്തേക്ക്. അങ്ങനെ ചിക്കനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റാ ബൈ.